ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും മഹത്വവും എല്ലാ മേഖലയിലും സുരക്ഷിതത്വവും നൽകി നമ്മെ അനുഗ്രഹിക്കും. പുതിയ അവസരങ്ങൾ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് കർത്താവ് നമ്മുടെ മുന്നിൽ തരുന്ന അവസരങ്ങളെ മനസ്സിലാക്കുവാനും അത് ഉപയോഗിക്കുവാനും അത് വിജയത്തിലെത്തിക്കുന്നതിനും വേണ്ടിയുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മേഖലയിലും കർത്താവ് വിജയം നൽകി അനുഗ്രഹിക്കും. ഇന്ന് ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വിജയകരവും ഫലപ്രദമായ ഒരു ദിവസം കൂടി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഇന്നത്തെ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പ്രത്യേക സുരക്ഷിതത്വവും സംരക്ഷണവും നമുക്ക് ലഭിച്ചിരിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ള അനേകം പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. തീർച്ചയായും ദൈവകരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയും സമൃദ്ധിയും അഭിവൃദ്ധിയും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഒരു ദിവസം കൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ കൂട്ടിത്തന്നതിനെ ഓർത്ത് ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും നൽകുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല സുഖമായ ഉറക്കവും വിശ്രമവും നൽകി മനോഹരമായ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഈ പ്രഭാതത്തിൽ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങളെ അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിനായി കരുതലിനായി അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളിലേക്ക് ഈ സമയം ഞാൻ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു എന്ന അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി
ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാണ്, നിൻ്റെ രക്ഷകനായ ദൈവമാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമാണ് ഞാൻ. നീ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ എല്ലാം പുതുമയുള്ളതാക്കി മാറ്റണമേ. കർത്താവെ, കഴിഞ്ഞതെല്ലാം കടന്നുപോയി, എല്ലാം അവിടുന്ന് നവീകരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും പുതുമയുള്ളതാക്കി മാറ്റണമേ. ദൈവമേ, ഒരു പുതിയ ശക്തി, പുതിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ പുതിയ സ്നേഹം കൊണ്ട്, പുതിയ ജ്ഞാനം കൊണ്ട്, പുതിയ അറിവ് കൊണ്ട്, പുതിയ വിവേകം കൊണ്ട്, പുതിയ ശക്തി കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം അഭിഷേകം ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹദായകമായ കരം നീട്ടി ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവും മനസ്സും ശരീരത്തെയും അവിടുന്ന് തൊടണമേ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. ആബാ പിതാവേ, ഞങ്ങളുടെ അറിവിനെയും കഴിവുകളെയും സമയത്തെയും അങ്ങ് തൊടണമേ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും, ഞങ്ങളുടെ സമ്പത്തും വസ്തുവകകളെയും, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും, ഞങ്ങൾ ആരോടൊക്കെ ഇടപഴകുന്നു അവരെ എല്ലാവരെയും ഇപ്പോൾ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും വർത്തമാനകാലത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിച്ച് സൗഖ്യം നൽകണമേ. പിതാവായ ദൈവമേ, അങ്ങ് തൊട്ടതെല്ലാം പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തി ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത്ഭുതകരമായി നവീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്പർശനം ഞങ്ങൾക്കെല്ലാവർക്കും രോഗശാന്തിയും വിടുതലും നൽകി, ഒരു പുതിയ അനുഭവം നൽകി, പുതിയ ആരോഗ്യം നൽകി, പുതിയ ശക്തി നൽകി, പുതിയ പ്രതീക്ഷ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസം നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ഇന്ന് ജീവിക്കുന്നതിനും ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിനും അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഠാസഹനത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത അങ്ങയുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, പുത്രസ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവപുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സുരക്ഷിതത്വവും സമൃദ്ധിയും മഹത്വവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ. ദൈവമേ, പുതിയ അവസരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പുതിയ അവസരങ്ങൾ അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുവാനുള്ള കൃപ തരണമേ. ആ പുതിയ അവസരങ്ങളെ ഓരോന്നും നഷ്ടപ്പെടുത്താതെ അത് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രോജക്റ്റുകളിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ടായി എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ. അങ്ങയുടെ ശക്തമായ കരം ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി വിജയകരവും ഫലപ്രദവുമായ ഒരു ദിവസം കൂടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായും നവീകരിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് പുതിയ ജീവിത അനുഭവങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ ചാനലിൻ്റെയും സബ്സ്ക്രൈബേഴ്സിനെയും അത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു. ഈ ചാനലിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് കമൻറ്റ് സെക്ഷനിലൂടെയും ഇമെയിലിലൂടെയും ഫോൺ കോളിലൂടെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പരമപരിശുദ്ധനായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും പരിശുദ്ധിയും ദൈവ സാന്നിധ്യവും നിറഞ്ഞ് ഞങ്ങൾ
സൗമ്യതയോടെയും ശാന്തതയോടെയും സമാധാനത്തോടെയും ഇന്ന് വർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഇന്ന് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരും ഐക്യതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ദൈവികമായ ആനന്ദത്തിലും ദൈവജ്ഞാനത്തിലും ഇന്ന് വളരുവാൻ കൃപ തരണമേ. പുതിയ വിവേകവും വിജ്ഞാനവും നൽകി ഓരോ ദിവസവും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതിനുള്ള ആത്മീയവും ഭൗതികവുമായ അറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്നലത്തേതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഓരോ ദിവസവും അങ്ങയുടെ കൃപ പുതിയതാണ്. ഓരോ ദിവസവും അങ്ങയുടെ കാരുണ്യം അചഞ്ചലവും അനന്തവുമാണ്. ദൈവമേ, അങ്ങയുടെ പുതിയ സ്നേഹം കൊണ്ട്, പുതിയ കാരുണ്യം കൊണ്ട്, പുതിയ ജ്ഞാനം കൊണ്ട്, പുതിയ നന്മകൾ കൊണ്ട് ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ. ദൈവമേ, ഇന്നുവരെ ഞങ്ങളെ വഴി നടത്തിയ കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ദൈവമേ അങ്ങ് ഞങ്ങളിൽ അത്ഭുതം നടത്തണമേ. അങ്ങയുടെ അത്ഭുതകരമായ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് എല്ലാവരും അറിയുന്നതിനായി അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസിദാസന്മാരാണ് എന്ന് ലോകം അറിയുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ലോകം അറിയുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പുത്ര സ്വാതന്ത്ര്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അർഹരാക്കണമേ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായി മാറും എന്ന് അരുളി ചെയ്ത ഈശോയെ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകി എല്ലാ മേഖലകളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തെ വെട്ടിയൊരുക്കി ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും, എല്ലാ പാഴ്ചെടികളും, എല്ലാ പാഴ്വാക്കുകളും, പാഴ്ചിന്തകളും പ്രവർത്തനങ്ങളും എടുത്തു മാറ്റി ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി ഇന്ന് മാറ്റണമേ. കർത്താവെ, ദൈവത്തിൽ വസിക്കുന്നവരായി ഞങ്ങൾ മാറുന്നതിന് ദൈവവചനം ഞങ്ങൾ ഓരോ നിമിഷവും ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾ പ്രവർത്തന നിരതരാകുമ്പോഴും ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ട് കൂടുതൽ ശക്തിയുള്ളവരായി ദൈവസ്നേഹത്തിൽ വസിക്കുന്നവരായി അങ്ങനെ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ നന്മകൾ അയക്കുന്നതിനുള്ള മാധ്യമങ്ങളായി, ഉപാധികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്കിഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, അത് നൽകും എന്ന് അരുളി ചെയ്ത ഈശോയെ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് സാധിച്ചു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും കർത്താവെ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും ആൾ സഹായവും നൽകി എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഇന്ന് അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ഭക്ഷണപാനീയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പുതിയ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏറ്റവും നല്ല തീരുമാനങ്ങൾ, എല്ലാവർക്കും നല്ലതായ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇനി ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ ചൈതന്യം നൽകി കുടുംബാംഗങ്ങളെല്ലാവരും സന്തോഷഭരിതരായിരിക്കുവാൻ ദൈവമേ അങ്ങയുടെ പ്രത്യേക ജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ധാരണകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങയുടെ ജ്ഞാനം മനസ്സിലാക്കുവാനും അങ്ങയുടെ വചനം
വിവേകത്തോടെ ഉപയോഗിക്കുന്നതിനും പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ ഈ വാഗ്ദാനം ഇന്ന് ഞങ്ങളിൽ ആത്മീയവും ഭൗതികവുമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്നത്തെ ഞങ്ങളുടെ ജീവിത വെല്ലുവിളികളിൽ, ജീവിത പ്രശ്നങ്ങളിൽ, സങ്കടങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ശരിയായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പേപ്പേഴ്സും തരണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് കിട്ടാതെ തടസ്സത്തിൽ കിടക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് ശക്തമായി ഇടപെട്ട് ദൈവമേ, വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും അവിടുന്ന് നടത്തണമേ. വിദേശത്തേക്ക് പോകുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് വിദേശ യാത്ര ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമായ സംരക്ഷണം നൽകി, അവരുടെ വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കൂടെ യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, വിദേശത്തേക്ക് പോകുന്ന മക്കൾക്കും വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകുവാൻ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ദുഃഖിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉചിതമായ ജോലി നൽകി അവരവരുടെ പഠനത്തിൽ അടിസ്ഥാനത്തിൽ ദൈവമേ ഉത്തമമായ ജോലി നൽകി ഉയർന്ന ശമ്പളം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഒപ്പം ജോലി മേഖലയിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നവരെ, ജോലി മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നവരെ ഞാനിപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എത്ര നല്ല രീതിയിൽ ജോലി ചെയ്താലും അതിന് യാതൊരു അംഗീകാരമോ വേതനമോ ഇല്ലാതെ ദുഃഖിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയിൽ സമാധാനപരമായ അന്തരീക്ഷം നൽകണമേ. എല്ലാവരും സ്നേഹത്തോടെ ഒത്തൊരുമയോടെ സമാധാനത്തോടെ വർത്തിക്കുന്നതിനും കൂടുതൽ വിവേകപൂർണമായി ചിന്തിക്കുന്നതിനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല തീരുമാനങ്ങൾ എടുത്ത് ഒന്നിച്ച് ജോലിയിൽ മുന്നോട്ട് പോയി എല്ലാവർക്കും അഭിവൃദ്ധി ലഭിക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തുള്ള ഓരോ വ്യക്തിയെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ അനുതാപവും പശ്ചാത്താപവും ദൈവസ്നേഹവും നൽകി ഇന്നത്തെ ദിവസം കൂടുതൽ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കാൾ മെച്ചപ്പെട്ട ജീവിതം ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണമേ, വിജയം നൽകണമേ. പുതിയ അവസരങ്ങൾ ഓരോന്നും നഷ്ടപ്പെടുത്താതെ അത് പൂർവാധികം ജോലി ചെയ്യുവാനും കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ആയുസ്സും ആരോഗ്യവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലും പുതുമ നൽകി ഇന്ന് പുതിയ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് എല്ലാ രീതിയിലും ഒരു പുതിയ ദിവസമാകുന്നു കർത്താവെ. ഞങ്ങളെ ഒരു പുതുമയുള്ളവരാക്കി മാറ്റണമേ. മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന, പുതുമയെ ഇഷ്ടപ്പെടുന്ന, ആത്മീയമായ ഉയർച്ചയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങൾ ദൈവത്തിൻ്റെ വ്യക്തിത്വം അവകാശപ്പെടുന്നു കർത്താവെ. ഞങ്ങൾക്ക് ദൈവികമായ സ്വഭാവം നൽകി, ദൈവികമായ വ്യക്തിത്വം നൽകി ഞങ്ങളുടെ വ്യക്തിത്വത്തെ അവിടുന്ന് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് തന്നെ ക്ഷമിക്കുന്നു, ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി
ആവശ്യമായ ശക്തിയും ഊർജവും നൽകി ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് പുതുമയുള്ള വ്യക്തികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് ലോകമെമ്പാടും അറിയുന്നതിന്, കാണുന്നതിന് അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹീതരാകുന്നതിനും സംരക്ഷിതരാകുന്നതിനും ദൈവകരം ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതിനും എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ലാഭമുണ്ടാകുന്നതിനും കർത്താവിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും നമുക്ക് ലാഭമുണ്ടാക്കി നമ്മെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.